ഞാനിപ്പോൾ ഓണത്തിന് നാട്ടിൽ വന്നു കേട്ടോ. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ വന്നത്. ഒരു 1:30-2 മണിയൊക്കെ ആയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ചേട്ടൻ്റെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലേക്ക് എല്ലാവരും ആവുകയാണ്. കാരണം മക്കളൊക്കെ ദൂരെയാണ്, അപ്പം അവരൊക്കെ അവധി കഴിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും ഉള്ള നേരത്തെ ഓണം ആഘോഷിക്കാമെന്നുള്ള രീതിയിലാണ്. എന്നാലും ഓണം കഴിഞ്ഞിട്ടോ കേട്ടോ എല്ലാവരും പോവുകയുള്ളൂ. ഞങ്ങൾക്കാണേലും ചേട്ടന് അവധിയില്ല, ഒരു ദിവസം 2 ദിവസമൊക്കെയുള്ള അവധി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇതൊരു കൊച്ചു സന്തോഷമാണ് അല്ലേ, ഈ ഓണത്തിന് വരിക എന്ന് പറയും. പണ്ടൊന്നും എൻ്റെ ഒന്നും കുഞ്ഞിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇപ്പം പിള്ളേരെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു രസമാണ്, എല്ലാവരുടെയും കൂടെ എന്താ പറയുക, ഒരു സന്തോഷം. അപ്പം അത് തന്നെയല്ല, നമുക്കൊരു കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരുമായിട്ടില്ലേ. ചില സമയത്ത് നമ്മളോർക്കും ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ സ്ഥിരം അതിലേക്കാളും നല്ലതല്ലേ വല്ലപ്പോഴും വന്ന് നമ്മൾ ഓണാഘോഷിച്ച് കറങ്ങി അടിച്ച് പോവുക എന്നുള്ളതല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയണേ, സന്തോഷത്തോടെ കൂടി ഇരിക്കുന്നു. പിന്നെ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലും ഒക്കെ ആയി കാണും അല്ലേ. എന്നാലും ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. ഭയങ്കര തിരക്ക്, ഓണത്തിന് നാട്ടിൽ വരുന്നവർക്കൊക്കെ തിരക്കായിരിക്കും. അപ്പം അതങ്ങനെ. പിന്നെ എന്നാ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ. ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ്. ചടങ്ങൊന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണെന്നുള്ളത്, മറന്നേ പോയായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ നാത്തൂനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളത്തെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ചോദിച്ച്. അപ്പം അതാണ് ഓർത്ത് സത്യം പറഞ്ഞത്. കാരണം എന്നാണെന്നറിയാമോ, അവിടെ ഓരോ തിരക്കിലായിട്ട് അവിടെ ഈ മാജി പ്ലാന്റിലാണെങ്കിലും പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ തിരക്കിലും വില്ലയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അപ്പോൾ ഈ ഒച്ചയും ബഹളവും ആയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതങ്ങ് മറന്നു പോകും. പിന്നെ എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറയും, നാട്ടിൽ പോണവരെ കാണും, അവരും ഒക്കെ ആയിട്ട് വാചകം അടിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയുകയില്ല. ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ. അപ്പം ഓരോരുത്തർ പോവുക എന്ന് പറയാൻ വരുന്നതും ഒക്കെ ആയപ്പോൾ നമ്മുടെ വിവാഹ വാർഷികം മറന്നേ പോയി. അപ്പം എല്ലാ വർഷവും ഓഗസ്റ്റ് 24-ാം തീയതിയാണ് വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് കേട്ടോ. ആഘോഷമൊന്നുമില്ല അങ്ങനെ. ഞാൻ അങ്ങനെ ഡ്രസ്സൊന്നും എടുത്ത് തരലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലോ അങ്ങനെയൊന്നുമില്ല. സന്തോഷം, ചിരിക്കും രാവിലെ എണീറ്റ്. ചിലപ്പം ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഒരു ഉമ്മ തരും, അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ വിവാഹാഘോഷം. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയും ചിലപ്പോൾ. അത് അവന്മാരും ഓർക്കാറില്ല, അതാണ്. എല്ലാവരും തിരക്കല്ലേ, പിന്നെ നമ്മൾ ഓർത്തിരിക്കാൻ അതിനോർത്ത് വേണ്ടിയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കാനും പോകില്ല. വിവാഹ വാർഷികം ഓർത്തില്ലല്ലോ, അല്ലെങ്കിൽ ബർത്ത്ഡേ ഓർത്തില്ലല്ലോ എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം നമ്മൾ ഓർക്കില്ല, അവരും ഓർക്കില്ല ഇല്ലേ. അങ്ങനെയൊക്കെ ചില സ്ത്രീകൾ പറഞ്ഞു, എന്നാലും എൻ്റെ വിവാഹ വാർഷികമായിട്ട് പോലും ഓർത്തില്ലല്ലോ, പിള്ളേരുടെ ബർത്ത്ഡേ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ വഴക്ക് ഉണ്ടാക്കണേ കേട്ടിട്ടുണ്ട്, പറയണതും കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒരു സാധനം മേടിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ. ഇതൊന്നും ഞാൻ ചോദിക്കാറുമില്ല. അങ്ങനത്തെ ഒരു ശീലങ്ങളൊന്നും പണ്ടേ ഇല്ല. പിന്നെ ഇനി പുതുതായിട്ട് ശീലം തുടങ്ങേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെയൊന്നും അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾ ഒത്താൽ വല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ, കയ്യിൽ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പോകില്ല, അവിടെ ഇരിക്കും, ഉള്ളത് ചോറും കറിയൊക്കെ കഴിക്കും. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഉള്ളത് എല്ലാ ദിവസവും ഓരോ ഫങ്ഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഓരോ ദിവസങ്ങളാക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. ഓണമാകുമ്പോഴും ഒത്തിരി ധാരാളിയായിട്ട് നമ്മൾ ജീവിക്കരുത്. അതാണ് ജീവിതത്തിലെ ഒന്നാമത്തെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ആരെയും നമുക്ക് നന്നാക്കാനും സാധിക്കില്ല, ആരെയും നമുക്ക് മോശക്കാരനാക്കാനും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മളെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ഉള്ള ജീവിതത്തിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പറയില്ല, നമ്മുടെ ജീവിതത്തിൽ പലരും 1-ാം സ്ഥാനം കൊടുത്തവർ ചിലപ്പോൾ നമ്മളെ അത്രയ്ക്ക് അംഗീകരിച്ചു എന്ന് വരില്ല. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു 2-ാം സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.